ഇന്ന് കടയിൽ നിന്നാണ് കേട്ടോ ഫുഡ് കഴിച്ചത്. നല്ല കേരക്കറിയും പപ്പടവും മുള്ളനും പിന്നെ കൂന്തൽ റോസ്റ്റും ചമ്മന്തിയും അച്ചാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ കടയായതുകൊണ്ട് പറയുന്നതല്ല, ഞാനല്ല കുക്ക് ചെയ്യുന്നത്, ചേച്ചിമാർ നന്നാ അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുള്ള കുത്തരി ചോറും കറിയൊക്കെ ആയിട്ട് നന്നായിട്ട് ചോറൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊന്ന് ലുലു വരെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ സർപ്രൈസ്, ഭയങ്കര വലിയ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ, ഒരു കുഞ്ഞ് സർപ്രൈസ് വാപ്പിക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ ഞാൻ ചെന്നപ്പോഴത്തേക്കിനും ഫ്രിഡ്ജ് കണ്ടപ്പോഴത്തേക്കിനും വെറുതെ ഒന്ന് നോക്കിയതാണ് കേട്ടോ. ഏതെങ്കിലും കാലത്ത് ഫ്രിഡ്ജൊക്കെ മാറ്റിയിട്ട് വലിയ ഫ്രിഡ്ജാക്കുമ്പം അല്ലെങ്കിൽ അടുക്കളയൊക്കെ റെഡി ആക്കുമ്പം നമുക്ക് ഇങ്ങനെ ഓരോന്ന് വാങ്ങിക്കണം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാനിങ്ങനെ വെറുതെ അവിടെയുള്ള ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം നേരെ നമുക്കിതാ ഫോൺ മേടിക്കാനായിട്ട് പോവാം കേട്ടോ. അപ്പോൾ ഒരു വാപ്പിയുടെ ഫോൺ കുറച്ച് പഴയതാണ്, അപ്പോൾ വാപ്പിക്കൊരു ഫോൺ മേടിക്കാമെന്ന് വിചാരിച്ചു. അവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു ഫോണാണ് കേട്ടോ മേടിച്ചത്, ഭയങ്കര കൂടുതലായിട്ടുള്ളതൊന്നുമല്ല. അപ്പോൾ കുറേ നാളായിട്ട് വിചാരിക്കുന്നതാണ് വാപ്പിക്ക് ഫോൺ മേടിക്കണം എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഒരെണ്ണം മേടിച്ചു. പലതും ഇങ്ങനെ നോക്കിയതിന് ശേഷം ഒരെണ്ണം അങ്ങനെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് നാൾ മുന്നേ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ. എനിക്കൊരു പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പോൾ പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വകയായിട്ടാണ് വാപ്പിക്ക് ഇതൊരെണ്ണം മേടിച്ച് കൊടുത്തത് കേട്ടോ. അപ്പോൾ എന്തായാലും ആൾ ഹാപ്പി ആയിട്ടുണ്ട്. അങ്ങനെ ഫോണൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട്, അന്നൊരു ഫ്രൈഡേ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു, ഞങ്ങൾ ചുമ്മാ അതുകൂടെ പിറ്റേന്ന് സ്കൂളിലല്ലോ, അപ്പോൾ ഞങ്ങൾ ഫോട്ടോ കൊച്ചി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ നടന്നു. രാത്രിയൊക്കെ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കിനും ഉമ്മയും വാപ്പയും വരാറില്ല കേട്ടോ, വരത്തില്ല, വിളിച്ചാലും വരത്തില്ല. പിന്നെ ഉറങ്ങാനുള്ള സമയമാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇത് വീഡിയോ കാണുമ്പോഴത്തേക്കിനും എനിക്ക് അവരെ കൂടെ കൊണ്ടുവരായിരുന്നില്ലെന്ന് തോന്നുമല്ലോ എല്ലാവർക്കും, അതുകൊണ്ടാണ് കേട്ടോ. വല്ല കാലത്തും ചില സമയത്തൊരു മൂടുണ്ടെങ്കിൽ രണ്ടുപേരും ഇറങ്ങും, അല്ലാണ്ട് രണ്ടുപേരും ഇറങ്ങില്ല കേട്ടോ. 9 മണിയാകുമ്പോൾ കിടക്കണം എന്ന് പറയും, നിങ്ങൾ പൊക്കോന്ന് പറയും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരാറില്ല. പിന്നെ ഉമ്മ ഇപ്പോൾ ഇൻഷാല്ല ഇനിയിപ്പോൾ ഉമ്മയൊക്കെ വരുമായിരിക്കും, കാരണം ഉമ്മയുടെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് മുട്ടിൻ്റെ വേദനയൊക്കെ കുറച്ച് കുറയുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാല്ല ഉമ്മയും വരുമായിരിക്കും, അപ്പോൾ കൊണ്ടുവരണം. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് അതുകൂട്ടൻ എന്തൊക്കെയോ കണക്കുണ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു സ്കെയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നല്ല രസമാണ് കേട്ടോ, ഇങ്ങനെ രാത്രി ഇതുപോലത്തെ കടകളും സംഭവങ്ങളും ഒക്കെ ആയിട്ട് ഫുള്ളൊരു വൈബാണ് അവിടെ. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ നേരം നടന്ന് കാറ്റൊക്കെ കൊണ്ട് നല്ല തിരക്കുള്ള സ്ഥലങ്ങളിലേക്കൊന്നും അധികം പോയില്ല. പിന്നെ ഞങ്ങളൊരു പാനിപ്പൂരി മേടിച്ചു, പിന്നെ ചോളം മേടിച്ചു. ചോളം എപ്പോഴും അവിടെ ചെന്ന് കഴിഞ്ഞാൽ മേടിക്കുന്നതാണ് കേട്ടോ. പാനിപ്പൂരി പിന്നെ ഞാനും അതുകൂടെ മാത്രമേ കഴിക്കുകയുള്ളൂ. ഇതുപോലെ പൊരി ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതും മേടിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ 1-2 സാധനങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ കപ്പലണ്ടിയൊക്കെ കുറച്ച് മാങ്ങ അങ്ങനെയൊക്കെ മേടിച്ചിട്ട് ഇന്നത്തെ ദിവസം അങ്ങനെ പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം.